ഹലോ, നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്ററി മെന്റർ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ശമ്പളം വാങ്ങുന്നവരെ കുറിച്ചാണ്. ശമ്പളം ഒരിക്കലും നിങ്ങളെ ധനികരാക്കില്ല. ശമ്പളം കൊണ്ട് ഒരാൾ ഭേദപ്പെട്ട ജീവിതം നേടിയിരുന്നെങ്കിൽ എത്രയോ പേർ ഇതിനകം സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലെത്തിയേനെ. നിങ്ങളുടെ ശമ്പളത്തിന് ഒരു പരിധിയുണ്ട്. എത്ര പണം അതുകൊണ്ട് സ്വരൂപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതിനും ഒരു പരിധിയുണ്ട്. ശമ്പളം ഒരു ആക്റ്റീവ് ഇൻകമാണ്. അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ജോലി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇൻകം ഉണ്ടാവില്ല. എന്നാൽ ധനികർ ശമ്പളത്തിൽ മാത്രമല്ല ആശ്രയിക്കുന്നത്. എന്തുകൊണ്ട് അവർ ധനികരാവുന്നു എന്നാൽ അവർ ശമ്പളം ഉള്ളപ്പോൾ ശമ്പളം കൂടാതെ മറ്റൊരു ഇൻകം സോഴ്സ് കൂടി അവർ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവർ ഒട്ടേറെ വരുമാന മാർഗങ്ങൾ ശ്രമിക്കാറുണ്ട്. നിക്ഷേപങ്ങൾ, ബിസിനസ്, മറ്റ് പാസീവ് ഇൻകം, അങ്ങനെ പല ഡൈവേഴ്സിഫിക്കേഷൻ അവരവരുടെ ഇൻകം പോർട്ട്ഫോളിയോയിൽ നേടാറുണ്ട്. അതുകൊണ്ടാണ് അവർ ധനികരാവുന്നത്. അപ്പോൾ ശമ്പളം നിങ്ങളുടെ ജീവിത ചെലവിന് അത്യാവശ്യമാണ്. ജീവിത ചെലവിന് മാത്രമായിട്ടാണ് ശമ്പളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. പക്ഷേ നമുക്ക് വ്യക്തമായ ഒരു നിക്ഷേപം അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ആ ഒരു സമ്പത്ത് നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ശമ്പളം എന്ന് പറയുന്നത് ജീവിത ചെലവിനും, നിക്ഷേപം എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കാനും അത്യാവശ്യമാണ്. ശമ്പളം കൂടാതെ രണ്ടാമത്തെ ഒരു വരുമാനം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക, ഫിക്സ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ.